നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പറക്കാട്ട് ജുവൽസിൻ്റെ കുറച്ച് ഏറ്റവും പുതിയ കളക്ഷൻസും എന്നാൽ നമ്മളുടെ സാധാരണക്കാർക്കും ഇനി ആർക്കും ആയിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഫങ്ഷൻസ് എല്ലാം വരുമ്പോൾ വേണ്ടി വരുന്ന കുറച്ച് അവശ്യ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിനൊക്കെ എന്താ ഒരു വില അല്ലേ. ഇപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങി നമ്മളുടെ ഓരോ ഫങ്ഷനും അടിപൊളിയാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിക്കൊണ്ടിരിക്കുക. കാരണം ഫങ്ഷൻസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾക്ക് ഗോൾഡിൻ്റെ വില അതേപോലെ ഉയരുന്നു. അപ്പോൾ അതിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു സൊല്യൂഷൻ നമ്മൾക്ക് മാറി കോസ്റ്റ്യൂം മാറുന്നതിനനുസരിച്ച് ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള ഇപ്പോൾ യൂത്തിനൊക്കെ പറ്റിയ രീതിയിൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള നെക്ലേസുകളുണ്ട്. ഇനി നമ്മളുടെ അമ്മമാരായിക്കോട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഒരു അല്പം കോടിയായിട്ട് താലിമാല മാത്രം പോരാ, ഒരല്പം വലിയ ഓർണമെൻറ്റ് വേണമെന്ന് തോന്നുമ്പോൾ ഇതേപോലുള്ള ഇതിപ്പോൾ ഒരു മുസ്ലിം പാറ്റേണിൽ വരുന്ന നല്ല മാറ്റ് ഫിനിഷും റൂബി സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു നെക്ലേസാണ്. ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളുടെ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള നെക്ലേസുകൾ. ഇനി കുറച്ചുകൂടെ സിമ്പിൾ ഷോർട്ടായിട്ടുള്ള നെക്ലേസ് വേണമെങ്കിൽ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് അപ്പോൾ അമ്മമാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ബ്രൈഡ്സിനൊക്കെ നമ്മൾ നിറയെ മാലകൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഇടയിലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള നെക്ലേസുകൾ ഉപയോഗിക്കാം. കരിമണിയിൽ തീർത്ത മാലകളുണ്ട്. അതായത് ഉണ്ടോ നമ്മളുടെ പേർഷ്യൻ അല്ലെ അറബിക് സ്റ്റൈലിൽ വരുന്ന നെക്ലേസുകൾ. ഇതെല്ലാം നമുക്കൊരു അറബിക് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രഡീഷണൽ കേരള മുല്ലമുട്ട് മാല. ഇനി സ്റ്റോണിൽ വരുന്ന നെക്ലേസുകളുണ്ട്. പിന്നെ ഇതേപോലുള്ള അല്പം ഡൈ വർക്ക് ചെയ്തിട്ട് അല്പം പൊലിമയൊക്കെ തോന്നുന്ന രീതിയിൽ സാരിയുടെ കൂടെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട നെക്ലേസുകൾ. നമ്മളുടെ സൂഫി നെക്ലേസ് അല്പം പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ അത് ഒന്ന് ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ഇങ്ങനെ പുതിയ കളക്ഷൻസ് ആണല്ലോ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ നമ്മളുടെ യൂത്തിനൊക്കെ പറ്റിയ രീതിയിൽ ട്രെൻഡി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്റ്റൈലിലുള്ളൊരു സ്റ്റൈൽ നെക്ലേസ്. ഇനിയൊരു ആഡിലും പതക്കമൊക്കെ പോലെയുള്ള ഒരു ട്രഡീഷണൽ കളക്ഷൻ. കാശുമാല, മുല്ലമൊട്ടിൽ തന്നെ നമ്മൾ സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇനി പേളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ, യൂത്തിനൊക്കെ പറ്റിയ രീതിയിൽ സിമ്പിൾ ഡ്രസ്സിങ്ങിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു ഒറിജിനൽ പേൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ്. കണ്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു സിമ്പിൾ. ഞങ്ങളുടെ കളക്ഷനിൽ ഇത് പറയുന്നത് മില്ലനിയം നെക്ലേസ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇനി ലെയർ മാലകൾ. ഇത് കണ്ടോ ലെയർ മാലകൾ വരുന്നുണ്ട്. അതിൻ്റെ ഫാഷനൊന്നും ഇപ്പോഴും ഔട്ടായിട്ടില്ല. ഇതേപോലുള്ള കാശ് വെച്ചിട്ടുള്ള അടുക്ക് കാശ് വെച്ചിട്ടുള്ള മാലകൾ, പിന്നെ ഗാർണറ്റിൽ ചെയ്ത് അങ്ങനെ ഒരുപാട് കളക്ഷൻ നെക്ലേസുകൾ. നമുക്ക് ഇനി ഇതൊന്നും പോരാ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ അണിഞ്ഞിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ബ്രൈഡ് അണിഞ്ഞതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ. ഇനി തീർന്നിട്ടില്ല, നമ്മളുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് ഈ നെക്ലേസസൊക്കെ റിട്ടേൺ കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള പാറ്റേൺസിലേക്ക് നമ്മൾക്ക് ഡയമണ്ടിൻ്റെ പോലെയുള്ള പാറ്റേണിൽ വരുന്ന ചെറിയ പെൻഡൻറ്റുകൾ, ലോക്കറ്റ്സ്, റിങ്സ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബ്രൈഡ്സിൻ്റെ ടൈമിൽ, ബ്രൈഡായിരിക്കുന്ന ഒരു ടൈമിൽ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ ഏത് ഓർണമെൻറ്റ്സ് വേണമെങ്കിലും നമ്മൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ നെക്ലേസുകളെല്ലാം ഒരല്പം നമുക്ക് ഒരു അവശ്യവസ്തു അല്ലാന്ന് തോന്നിയാൽ അപ്പോഴും തിരികെ വീണ്ടും പറക്കാട്ടിലേക്ക് എത്താം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നെക്ലേസ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി